കാണുന്നവരോടെല്ലാം നമ്മുടെ സങ്കടങ്ങൾ തുറന്നു പറയുന്ന ആളുകളാണോ നിങ്ങൾ? നമ്മുടെ സങ്കടമൊക്കെ ആരുടെയും തുറന്നു പറഞ്ഞാൽ അവരുടെ ജീവിതമായിട്ട് അവർ ചിലപ്പോൾ കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ സന്തോഷിക്കും. അതുമല്ലെങ്കിൽ അവർ നമ്മുടെ സങ്കടം കേൾക്കാതെ അവരുടെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ സങ്കടം കേട്ടിട്ട് നമ്മളെ ചൂഷണം ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ സങ്കടം പറയാതിരിക്കുക എന്നുള്ളതായിരിക്കും മിക്കവരും സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയും. പക്ഷേ ഇങ്ങനെ കുറേ ആളുകളുണ്ട് സങ്കടം ഇങ്ങനെ കാണുന്നവരോടെല്ലാം പറയുന്ന ആളുകൾ. അത് ചിലപ്പം എവിടുന്നെങ്കിലും ഒരു ആശ്വാസം പ്രതീക്ഷിച്ചിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടം കേൾക്കാൻ ഒരാളില്ല എന്ന് പറയുന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം ജഡ്ജ് ചെയ്യാതെ നമ്മുടെ കൂട്ടത്തിലിരുന്ന ഒരു മാനുഷിക പരിഗണനയോടെ നമ്മളെ കേൾക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ കേൾക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പ്രൊഫഷണൽ കെയറിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അവരുടെ ഭീമമായ ചാർജും പിന്നെ സമയപരിമിതിയും അതുകൂടാതെ അവരുടെ വിശ്വാസ്യതയെല്ലാം കണക്കിലെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രൊഫഷണൽ കെയർ ശരിക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ നിൽക്കും. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലുണ്ട് സൈക്കോളജിസ്റ്റുമാരും സൈക്കാട്രിസ്റ്റുമാരും ഒക്കെ. അവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.